അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷയിൽ 7ാം തരത്തിലെ ഫിഖിഹിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ ജനാബത്ത് 5, 6, ത്വഹാറത്ത്, ഖുർആനോദൽ, നജസ്. അതിൽ 5 ചോദ്യങ്ങളാണുള്ളത്. 1. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ത്വഹാറത്ത്. 2. വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാകും ഖുർആനോദൽ. 3. ഒട്ടകത്തിൻ്റെ സക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് 5 ആകുന്നു. 4. ഹജ്ജിൻ്റെ ഫർളുകളുടെ എണ്ണം 6. 5. സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയുന്ന പേരാണ് ജനാബത്ത്. സെക്ഷൻ 2, ശരി അടയാളപ്പെടുത്തുക. 1. കുളി സുന്നത്തുള്ള നിസ്കാരമാണ് ജുമുഅ. 2. 8 കാലിയുടെ വല ത്വാഹിർ. 3. തയമ്മുമിന് മുമ്പ് നജസ് നീക്കൽ ഷർത്ത്. 4. ലഘുവായ നജസ് മുഖഫഫ്. 5. മുഹറമാത്തുൽ ഇഹ്റാമിൽ പെട്ടതാണ് നിക്കാഹ്. മുഹറമാത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ഹറാമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നിക്കാഹ് ചെയ്യൽ, വിവാഹം ചെയ്യൽ. ഇനി സെക്ഷൻ 3, വിധി എഴുതാം. 1. റമളാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താകുന്നു. 2. തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ കറാഹത്താകുന്നു. 3. ഇഹ്റാം ചെയ്യാത്തവർക്ക് ഹറമിലെ മരം മുറിക്കൽ ഹറാമാണ്. 4. ഫർള് നോമ്പിന് രാത്രി തന്നെ നിയത്ത് ചെയ്യൽ വാജിബാകുന്നു. 5. ജന്നത്തുൽ ബഖീയിൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. സെക്ഷൻ 4, വിട്ടത് ചേർക്കുക. 1. അസ്സലാമു അലൈക യാ ഖലീഫത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ. അവിടെ വിട്ടിട്ടുണ്ടായത് ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദിന എന്നുള്ളതാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. 2. യാ അയ്യുഹന്നാസു ഇസ്ഔ ഫൈന സഅയ ഖദ് കുതിബ അലൈക്കും. അതിൽ വിട്ടുപോയ ഭാഗം ഉണ്ടായത് ഫൈന സഅയ ഖദ് കുതിബ എന്നാണ്. 3. മല്ലം യദു ഖൗലസ്സൂരി വല്ലമലു ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമുഹു വ ശറാബുഹു. അവിടെ വിട്ടിട്ടുണ്ടായിരുന്നത് ഖൗലസ്സൂരി എന്നുള്ളതും ഫലൈസ ലില്ലാഹി എന്നുള്ളതും തആമുഹു എന്നുള്ളതുമാണ്. സെക്ഷൻ 5, ഉത്തരം എഴുതാം. 1. മക്കയിലുള്ളവരുടെ ഉംറയുടെ മീഖാത്ത് ഹറമിന് പുറത്താണ്. 2. വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് ചെറിയ ശുദ്ധി. 3. സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം ഹിജ്റ 2 ആക്കുന്നു. 4. അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തവാഫിന് പറയുന്ന പേരാണ് തവാഫുൽ ഇഫാദത്ത്. 5. തയമ്മുമിൻ്റെ ഫർളുകളിൽ ഒന്നാമത്തേത് നിയ്യത്താണ്. സെക്ഷൻ 6, ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക. ആദ്യമുള്ള കോളത്തിലേക്ക് ശരിയായത് എടുത്തെഴുതാനാണ് പറയുന്നത്. 1. നോമ്പ് മുറിയുന്ന കാര്യം ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളതാണ്. 2. ഖുർആനോദൽ വുളൂ ചെയ്യൽ. ഖുർആനോദാൻ വുളൂ വേണം. 3. വലിയ ശുദ്ധിക്ക് പറയുന്ന പേര് കുളിക്കുക. വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കുക. 4. മുഖം തടവൽ തയമ്മും. 5. 7 തവണ കഴുകണം മുഗല്ലളായ നജസ്. 6. ലഹരി ദ്രാവകങ്ങൾ മുതവസ്സിത്ത്. സെക്ഷൻ 7, വിശദമാക്കുക. മുഖഫഫായ നജസ് 2 വയസ്സ് പൂർത്തിയാകാത്ത പാടല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാകുന്നു. മുഖഫഫായ നജസിന് ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായത്. 2. ഹജ്ജും ഉംറയും വാജിബാകാനുള്ള 4 ഷർത്തുകൾ. 1. മുസ്ലിമാവുക. 2. മുക്കല്ലഫാവുക. 3. സ്വതന്ത്രനാവുക. 4. കഴിവുണ്ടായിരിക്കുക. 3. തയമ്മും എന്നാൽ ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. സെക്ഷൻ 8, സാരം എഴുതാം. മൻ ഹജ്ജ വലം യസുർനി ഫഖദ ജഫാനി. അതിൻ്റെ അർത്ഥമാണ് എഴുതാൻ പറയുന്നത്. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ ഫദ്ലിക്. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ, നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്നാണ് അതിൻ്റെ സാരം. ഇത്രയും ഭാഗങ്ങളാണ്
7-ാം തരത്തിലെ ഫിഖിഹിൽ നിന്ന് പൊതുപരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പാഠഭാഗങ്ങൾ കുറേ പ്രാവശ്യം വായിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ കിട്ടുന്നിടത്തു നിന്നൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.